ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചപ്പാത്തി റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മതി വരില്ല. കറികളൊന്നും വേണ്ടാതെ വെറുതെ കഴിക്കാൻ പറ്റിയതും ഇനി കറികളോട് കൂടിയാണ് കഴിക്കേണ്ടതെങ്കിൽ ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും ചേരുന്ന, കുഴയ്ക്കാതെ പരത്താതെ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തി റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കപ്പിന്റെ വക്ക് ഭാഗത്ത് നിൽക്കുന്ന രീതിയിലാണ് മാവ് എടുത്തിട്ടുള്ളത്. അതിൽ കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളത്തിലും വ്യത്യാസം വരും. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന്റെ അളവിൽ 1.25 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം പോരാതെ വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പരുവം തെറ്റിപ്പോവും. ഞാനിപ്പോൾ ഇതൊരു വിസ്ക് വെച്ചിട്ടാണ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഒട്ടും കട്ടകളില്ലാതെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇതേ കപ്പ് അളവിൽ തന്നെ ഇനി ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാവ് നല്ല ടൈറ്റും ആവരുത്, എന്നാൽ നല്ല ലൂസും ആവരുത്. ഒരു മീഡിയം പരുവത്തിൽ നമുക്കിതിനെ റെഡിയാക്കി എടുക്കണം. ഇതേ കപ്പിൽ തന്നെ ലാസ്റ്റായിട്ട് ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആകെ ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ള വെള്ളം 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് വെള്ളമാണ്. ആ ഒരു വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മാവിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മിക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/4 ഭാഗം സബോള ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളക്കിഴങ്ങിന്റെ പകുതി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതേ രീതിയിലാണ് നന്നായിട്ട് പൊടിയായിട്ട് വേണം എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു ഉണക്കമുളകിന് പകരം പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള സ്പൂൺ അളവിൽ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും, 1 നുള്ള് ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഈ 1 സ്പൂണിന്റെ അളവിൽ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മാവിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഞാനിതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് കോരി കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. ഞാനിതൊരു ചപ്പാത്തി പോലെയാണ് ചുട്ടെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് പാനിൽ എണ്ണ ഒന്നും തേക്കാതെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു കയ്യിൽ അമർത്താതെ നല്ല നൈസായിട്ട് കറക്റ്റ് ഷേപ്പിലാക്കി എടുത്തു. ആ ഒരു കയ്യിൽ വെച്ച് നല്ലപോലെ അമർത്തി കറക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ ഗോതമ്പ് ദോശയുടെ ആ ഒരു ഷേപ്പിലും ആ ഒരു ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. ഇതൊരു എണ്ണ ചപ്പാത്തിയുടെ ആ ഒരു ടേസ്റ്റിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. ഇത് ചുട്ടെടുക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ഞാനിപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ എണ്ണ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഒരു ചപ്പാത്തിയുടെ ആ ഒരു ഷേപ്പിൽ പൊള്ളി വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. ടേസ്റ്റും ചപ്പാത്തി, എണ്ണ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതിന്റെ പ്രത്യേകിച്ച് ഇതിൽ നമ്മൾ ഉള്ളി, കിഴങ്ങ് അങ്ങനെ എല്ലാം പൊടികളൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാനിവിടെ ഒരെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി കാണിക്കുന്നുണ്ട്. ഈ ഒരെണ്ണം ചുട്ട് മാറ്റിയതിന് ശേഷം ഞാൻ ഈ ഒരു പാനിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഈ ഒരു എണ്ണ മാറ്റുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് അതിന്റെ ചൂടൊന്ന് കുറച്ചതിന് ശേഷം അടുത്ത ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മാവിനെ ഈ ഒരു കയ്യിൽ വെച്ച് അമർത്താതെ നല്ല രീതിയിൽ ഇതൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഒരു ഭാഗം വെന്ത് വരുമ്പോൾ മുകളിലുള്ള ഈ മാവിന്റെ ഈ ഒരു പച്ച ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ആ ഒരു സമയത്ത് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. ആദ്യത്തെ ഒരു ഭാഗം അങ്ങനെ തന്നെ വേവിച്ചെടുക്കുക. പിന്നെ അത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എണ്ണ ചപ്പാത്തിയുടെ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇനി ഇതൊന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കൂടി കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 20 സെക്കൻഡ് ആ ഒരു സൈഡ് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചപ്പാത്തി റെഡിയായി കിട്ടി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.